വിദ്യാഭ്യാസം കൊണ്ട് എങ്ങനെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ കഴിയുമെന്നതാണ് സർക്കാർ പരിഗണിക്കുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു. വിളയൂർ എടപ്പലം AM-LP സ്കൂളിന് വേണ്ടി നിർമ്മിച്ച പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സ്കൂളുകളും കോളേജുകളും സർവകലാശാലകളും എല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന അറിവുകളെ മനുഷ്യ ജീവിതത്തെ ഗുണാത്മകമായ നിലയിൽ മാറ്റിയെടുക്കുന്നതിന്, മനുഷ്യരുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കുന്നതിന് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ആലോചിക്കുന്നത്. ആ പ്രവർത്തനത്തിൽ മുന്നിൽ നിൽക്കേണ്ട ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കാണ് ഈ സർക്കാരിന്റെ കാലത്ത് പ്രാധാന്യം നൽകുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്ന കാര്യത്തിലും അക്കാദമികമായ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തും ലോകത്തും നിലവിലുള്ള ഗുണപരിശോധനാ സംവിധാനങ്ങളാകെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ, സർവകലാശാലകളെ, കലാലയങ്ങളെ ഒക്കെ തന്നെ വലിയ രീതിയിൽ അംഗീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണിത്. ഓരോരുത്തരുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാൻ വിദ്യാഭ്യാസത്തെ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതാണ് സർക്കാർ ആലോചിച്ചു വരുന്നത്. ഇതിനാവശ്യമായ നടപടികളാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടപ്പാക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തും വലിയ മാറ്റങ്ങളാണ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. കുട്ടികളുടെ പഠനം പാൽപ്പായസം പോലെയാകണം. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം എല്ലാ കുട്ടികൾക്കും അവകാശപ്പെട്ടതാണ്. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് ഒന്നാം പിണറായി സർക്കാർ വിദ്യാഭ്യാസ രംഗത്ത് പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചത്. ലോകത്തിന് തന്നെ മാതൃകയുള്ള പല വിദ്യാലയങ്ങളും നമുക്കുണ്ടെന്നും മന്ത്രി സൂചിപ്പിച്ചു. എന്നുള്ളതാണ്. LP സ്കൂളാണ്. പ്രിയപ്പെട്ട ടീച്ചർമാർ എന്നെ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ LP സ്കൂളിലെ പഠനം പാൽപ്പായസം പോലെ ആയിരിക്കണം, അല്ലേ? മധുരമായിരിക്കണം. നേരത്തെ ഒരു അംഗനവാടി ഉദ്ഘാടനം ചെയ്തിട്ടാണ് ഞാനിവിടെ വരുന്നത്. അവിടെ ഞാൻ പറഞ്ഞു, കുട്ടികളുടെ സാമൂഹ്യവൽക്കരണ പ്രക്രിയയുടെ ആദ്യഘട്ടമാണ്. അമ്മമാരുടെയും അമ്മൂമ്മമാരുടെയും സ്നേഹമസൃണമായ മടിത്തട്ടിൽ നിന്നാണ് അവര് കടന്നു വരുന്നത്. അപ്പൊ അതുകൊണ്ട് ആ സ്നേഹപൂർണമായ അന്തരീക്ഷം തന്നെ ചെറിയ കുട്ടികൾക്കുള്ള വിദ്യാലയങ്ങളിൽ നമ്മൾ ഉറപ്പ് നൽകേണ്ടതുണ്ട്. അവരെ ശകാരിക്കാൻ പാടില്ല, ചീത്ത പറയാൻ പാടില്ല. അതല്ല അവരെ തിരുത്തേണ്ടുന്നതായ മാർഗം എന്ന് ഇന്നത്തെ അധ്യാപകർക്ക് അറിയുമെന്നാണ് ഞാൻ കരുതുന്നത്. എടപ്പലം VPASM AM-LP സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും 98ാം വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ അധ്യക്ഷയായിരുന്നു. ഫോട്ടോ അനാച്ഛാദനം മുൻ MLA CP മുഹമ്മദ് നിർവഹിച്ചു. സ്വാഗതസംഘം ചെയർപേഴ്സൺ സുബൈദ ഇസഹാഖ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ A ഷാബിറ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP നൌഫൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K സരിത, രാജീവ് മണികണ്ഠൻ, മുജീബ് കരുവാങ്കുഴി, രാജൻ പുന്നശ്ശേരി, സ്കൂൾ പ്രധാനാധ്യാപിക C വഹീദ, സ്കൂൾ മാനേജർ VP കുഞ്ഞുമൊയ്തീൻ, PTA പ്രസിഡന്റ് സുനിൽകുമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, മറ്റു ജനപ്രതിനിധികൾ, PTA ഭാരവാഹികൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഉദ്ഘാടനത്തിന് മുന്നോടിയായി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് മന്ത്രിയെയും വിശിഷ്ട വ്യക്തികളെയും സ്കൂളിലേക്ക് സ്വീകരിച്ചാനയിച്ചത്. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു.